ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു പ്രഭാതം കൂടെ കാണാനൊക്കെ കൊണ്ട് ദൈവം നമ്മെ സഹായിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മുടെ വചന ധ്യാനത്തിനായിട്ടുള്ളതായ വേദഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നത് യോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യമാണ്. അവിടെ ഞാൻ ഇപ്രകാരം വായിക്കുന്നു: ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, അവരുടെ കൂട്ടത്തിൽ സാത്താൻ ചെന്നു. അപ്പൊ ദൈവസന്നിധിയിൽ ഏതോ ഒരു മീറ്റിംഗ് നടക്കുന്ന കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം മറ്റുള്ള സ്ഥലങ്ങൾ, അതായത് ഈ ഭൂമി കൂടാതെ വേറെ മനുഷ്യരുണ്ടോ അല്ലെങ്കിൽ ജീവികളുണ്ടോ എന്നുള്ളതായ ഒരു ചിന്താഗതി. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ആ ഒരു പറച്ചിൽ അല്ലെങ്കിൽ ആ ആദ്യ വാക്യത്തിൽ നാം കാണുന്നത് ദൈവം സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ്. പക്ഷെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ, അതായത് അന്യ ലോകങ്ങളിൽ മനുഷ്യരുണ്ടോ അല്ലെ ജീവികളുണ്ടോ എന്നുള്ളതിനെ കുറിച്ച്, അതായത് ഒരു ഗവേഷണം നടത്തുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ പേര് SCTI, ഈസ് ദെയർ ലൈഫ് ഓൺ ദി അതർ പ്ലാനറ്റ്, സെർച്ച് ഫോർ ദി എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ്. അതാണല്ലോ SCTI എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മറ്റ് ലോകങ്ങളെ കുറിച്ച് പറയുന്നതായ ചിന്താഗതി ബൈബിളിലുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ എബ്രായ ലേഖനം 11 3-ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ വേൾഡ്സ് എന്നാണ് പറയുന്നത്, അതായത് ലോകങ്ങൾ. ഇപ്പൊ ഈ ഒരു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ മറ്റ് സൃഷ്ടികളും ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണല്ലോ യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് സൺസ് ഓഫ് ഗോഡ്, മനുഷ്യപുത്രന്മാർ. എന്നാൽ ഈ മനുഷ്യപുത്രന്മാരെ കൂടാതെ നമുക്കറിയാം പിശാചും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയും, അതായത് അവനെ കുറിച്ച് പറയുന്നത് ദി അക്യൂസർ ഓഫ് അവർ ബ്രദർ, നമ്മുടെ സഹോദരന്മാരെ കുറ്റം വിധിക്കുന്നതായ വ്യക്തിയായിരുന്നു പിശാച്. ഇപ്പൊ ഈ പിശാചും ഭൂമിയിൽ ജീവിപ്പാൻ അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെയും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. നാമും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അപ്പൊ ഈ സൃഷ്ടിയില് ഉള്ളതായ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയും അനവധിയുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഒരു കാര്യം നമ്മൾ വ്യക്തമാണ്: ദൈവം നമ്മെ സൃഷ്ടിച്ചു. കാരണം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടിയായ നാം, ദൈവത്തിന്റെ പാപം മുഖാന്തരം നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലുള്ളതായ നിത്യജീവൻ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നാം മരണത്തിന് അടിമകളായി മരണത്തിന് വിധേയപ്പെട്ടവരായി തീർന്ന കാര്യം നമുക്കറിയാം. അപ്പൊ അത് പിശാച് അതിനുള്ള വഴി ഒരുക്കി. അതായത് നമുക്കറിയാമല്ലോ, ദൈവം ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യാതെ അനുസരണക്കേടോടുകൂടി നമ്മുടെ ഈ ഏദൻ തോട്ടത്തിലുള്ളതായ വാസം നഷ്ടപ്പെട്ടു. പിന്നെ മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഭൂമി അതിൻ്റെതായ ശാപം, അതായത് പാപത്തിൻ്റെതായ ശാപം കൊണ്ട് പലതരത്തിലുള്ളതായ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു. എന്നാൽ പുതിയ ഒരു ഭൂമിക്ക് വേണ്ടി ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് യെശയ്യാപ്രവചനത്തിലും അതുപോലെ വെളിപാട് പുസ്തകത്തിലും പറയുന്നുണ്ട്. അപ്പൊ ഈ പുതുവാന ഭൂമിയിൽ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ആ ദേശത്ത് പാർത്തുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാണല്ലോ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ അയച്ചത്. കാരണം നമ്മെ വീണ്ടെടുക്കുവാൻ, നമുക്ക് വേണ്ടി രക്ഷാപദ്ധതി ഒരുക്കുവാൻ. അപ്പൊ ആ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ അവനിൽ വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട്? നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ പ്രാപിപ്പാൻ വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. അത് മാത്രമല്ല, നാം ഇനി കർത്താവായ യേശു ക്രിസ്തു വന്ന് പുതുവാന ഭൂമിയെ സ്ഥാപിച്ചതിന് ശേഷം നാം ഈ ലോകത്തുള്ള അനേക ഗോളങ്ങൾ സന്ദർശിപ്പാൻ തക്കവണ്ണം നമുക്ക് അവസരമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കാത്തതായ പല കാര്യങ്ങളും പഠിക്കുവാൻ തക്കവണ്ണമായ ഉപാധികളുണ്ട്. അപ്പൊ ഇതൊക്കെയും നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് നാം ഓർക്കുക. കാരണം ഈ ദിവസം ആരംഭിക്കുമ്പോൾ കണിശമായിട്ടും എന്നെ ദൈവം സൃഷ്ടിച്ചു, ഞാൻ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ്, ആ സൃഷ്ടിയായിരിക്കുന്ന ഞാൻ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവം നാമമഹത്തിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം ഈ ദിവസം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ധ്യാനം അവസാനിപ്പിക്കുകയാണ്. ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ ദിവസം കാണുവാൻ ഞങ്ങളെ സഹായിച്ച നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ കൃപയാൽ ഈ ദിവസം പുനരാമോഹത്തിനായി ജീവിപ്പാൻ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് ആരുടെയും വേറെ ജന്മദിനത്തിന് പറഞ്ഞിട്ടില്ല എങ്കിലും ആർക്കെങ്കിലും ജന്മദിനം ഉണ്ടെങ്കിൽ അവർ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൂടുതലായ അനവധിയായ അനുഗ്രഹങ്ങൾ ദൈവം നൽകി അങ്ങനെ ഓരോ ദിവസവും ദൈവം ചെയ്ത നന്മകളെ ഓർക്കുന്നതിനും
ദൈവം ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തെ ഓർക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ആരാധിക്കുന്നതിനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. യേശുവിൽ കൂടി താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഈ ഒരു ദിവസവും ദൈവം തന്നു. നിങ്ങളെ ദൈവം കൂടുതലായി അനുഗ്രഹിക്കുമാറാകട്ടെ.